എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് ഒരു കോയമ്പത്തൂർ വ്ളോഗാണ്. അവിടെയാണ് എൻ്റെ നാത്തൂൻ്റെ വീട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. നമ്മുടെ കേരളത്തിലെ നദിയും വയലും ഒക്കെ താണ്ടി നമ്മുടെ ട്രെയിൻ പോയിട്ടിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് ഈ ട്രെയിനിൽ പോകുന്നതാണ് ബസ്സിൽ പോകുന്നതിനേക്കാട്ടിലും കൂടുതൽ ഇഷ്ടവും സൗകര്യവും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തെ ഭക്ഷണം ചപ്പാത്തിയും മുട്ടക്കറിയുമായിരുന്നു. കോയമ്പത്തൂരിൽ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും അവിടെ എത്തി. അവിടെ നിന്ന് ഊബറിൽ നാത്തൂൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ വൈകുന്നേരമല്ല രാത്രിയായപ്പോഴാണ് എത്തിയത്. അതിനുശേഷം കിടന്നുറങ്ങി രാവിലത്തെ ഭക്ഷണം കഴിച്ചു. ഇത് ഉച്ചക്കത്തെ ഫുഡാണ്. എന്ത് കറി ഉണ്ടെങ്കിലും നമുക്ക് ഈ മീൻ വറുത്തതുണ്ടെങ്കിലുണ്ട് ഒരു സന്തോഷമാണ്. അടിപൊളി സൂപ്പർ ഫുഡായിരുന്നു. ഇപ്പം ഞാൻ ഈ എഡിറ്റ് ചെയ്തപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പം എനിക്കെന്തോ ഭയങ്കരമായിട്ട് കൊതി തോന്നി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഈ ഭക്ഷണങ്ങളൊക്കെ. അതിനുശേഷം ഞാനും നാത്തൂൻ്റെ അമ്മയും കൂടെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പം കൊണ്ടുപോകാനായിട്ട് കുറച്ച് സീഡ്സ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടുന്ന് തിരിച്ചു പോകുമ്പം എപ്പോഴും ഞങ്ങൾക്ക് സീഡ്സ് വാങ്ങിച്ച് തന്നു വിടും തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ സീഡ്സ് കട. ഇവിടെ നിന്ന് വെറൈറ്റി ഓഫ് ഒരു അറൗണ്ട് 12 or 15 എനിക്ക് കറക്റ്റ് എണ്ണം അറിഞ്ഞുകൂടാ. എന്തായാലും കുറേ സീഡ്സ് വാങ്ങി തന്നിരുന്നു. അതൊക്കെ ഞങ്ങൾ നാട്ടിലോട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഒരു പച്ചക്കറിക്കടയിൽ കയറി. ഇവിടുന്ന് നമ്മുടെ മല്ലിയില ധാരാളമായി കിട്ടും. അതുകൊണ്ട് അതൊക്കെ വാങ്ങി തിരിച്ച് ഞാൻ നാത്തൂൻ്റെ അമ്മേനെയും കൊണ്ട് നമുക്ക് നടന്ന് തിരിച്ച് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നടന്ന് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ടെറസിൽ പോയി കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എടുക്കാമെന്ന് എൻ്റെ നാത്തൂൻ പറഞ്ഞ്. എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ടെറസിൽ കയറി കുറച്ച് വീഡിയോസ് ഫോട്ടോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങളുടെ നെയ്യൽ മോന് കുറച്ച് ബേബി ടോയ്സ് വാങ്ങിച്ചിരുന്നു. അതിൻ്റെ ഫ്ലിപ്കാർട്ട് ആമസോൺ അതിൽ നിന്നൊക്കെ വാങ്ങിച്ച നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അതിൻ്റെ കുറച്ച് റിവ്യൂസ് എടുക്കാമെന്നും കരുതി. അങ്ങനെ ആകുമ്പം എല്ലാവർക്കും അത് സൗകര്യപ്രദമാവുമല്ലോ, അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക്. അങ്ങനെ അതൊക്കെ എടുത്തു. എടാ ഞാൻ ഇരിക്കുവാടാ, ഇങ്ങനെ ഇരുന്നാ പോരെ സുന്ദരി. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് അടുത്തൊരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് റിവ്യൂവിനുള്ള പ്രൊഡക്റ്റ്. ജോമി ഞങ്ങൾ പോയിട്ട് വരാവേ. താങ്ക് യു. ഒരു മേ കൊടുത്താ സുന്ദരി ഞാനാ പോകുന്നത്. ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം താണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങളുടെ നെയ്യൽ അവസാനം ടാറ്റ തന്ന് ഞങ്ങളെ പറഞ്ഞു വിടുന്നു. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ നെയ്യൽക്കുട്ടൻ്റെ കരച്ചിൽ. എന്തായാലും സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു. നല്ലതായിട്ട് എൻജോയ് ചെയ്തു. തിരിച്ച് നമ്മൾ വീണ്ടും റെഡ് ടാക്സിയിലാണ് തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി.
അപ്പോൾ നമ്മൾക്ക് തിരിച്ചിനിയും വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകാം. എവിടേക്ക്? നമ്മുടെ ചെങ്ങന്നൂർ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾക്ക് ട്രെയിൻ യാത്രയാണ് ബസ് യാത്രയെക്കാളും സൗകര്യപ്രദം. നിങ്ങൾക്കോ? കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.